ഹായ് മക്കളെ, ഒന്ന് രണ്ട് കുട്ടികൾ മെസ്സേജ് അയക്കേണ്ടായി. നമ്മുടെ ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് ട്രയാങ്കിൾസിന്റെ പേര് എഴുതാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു. അതായത് പ്രൂവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു, പക്ഷെ സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ ആ പേരെഴുതുന്ന ഓർഡറിലെ അതിൽ കുറച്ചൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ രണ്ട് കുട്ടികൾ മെസ്സേജ് അയക്കേണ്ടായി. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. ഞാനൊരു 3 ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ടാ. 3 ക്വസ്റ്റ്യൻ ക്ലാസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്, വിത്ത് അതിന്റെ ആൻസറും കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പക്ഷെ അതിൽ പേരെങ്ങനെയാണ് എഴുതുക ട്രയാങ്കിൾസിനെ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നും ആലോചിക്കണം. നമ്മളിപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പഠിക്കല്ല, നമ്മൾ എങ്ങനെയാണ് പേര് എഴുതുകയാണ്, ട്രയാങ്കിൾസിന്റെ പേര് എങ്ങനെയാണ് സിമിലാരിറ്റിയിൽ എഴുതാനാണ് അറിയേണ്ടത്, പഠിക്കാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കൂടുതലൊന്നും ആലോചിക്കണ്ട, പേര് തന്നെയാണ് വരിക, ഇങ്ങനെ തന്നെയാണ് പേര് എഴുതുന്നത്. അതായത് സിമിലാരിറ്റി ക്രൈറ്റീരിയ സിമ്പിൾ ഉപയോഗിച്ചിട്ട് അവരിങ്ങനെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സാധനം അപ്പോഴും എഴുതി വെച്ചാൽ വേറെ ഒന്നും ആലോചിക്കേണ്ട. പക്ഷേ ഇൻസ്റ്റെഡ് പ്രൂവ് ട്രയാങ്കിൾ എ ബി ഇ ഇസ് സിമിലർ ടു ട്രയാങ്കിൾ സി എഫ് ബി എന്ന് എഴുതുകയാണെങ്കിൽ, വേർഡ്സ് എഴുതുകയാണെങ്കിൽ അത് നിങ്ങൾ കറക്റ്റ് നോക്കണം. അല്ല ഈ സിമ്പിൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ റെപ്രസെന്റ് ചെയ്താണെങ്കിൽ നിങ്ങളൊന്നും ആലോചിക്കേണ്ട, ഇതേ സാധനം എടുത്ത് എഴുതിയാൽ മതി. ഇനി ഇവിടെ എന്നാലും നമുക്ക് നോക്കാം, ഇവിടെ എങ്ങനെയാണ് ട്രയാങ്കിളിന്റെ പേര് വരുന്നത് നമുക്ക് അല്ലാണ്ട് തന്നെ നോക്കാം. നിങ്ങൾ നോക്കുക, ഇതൊരു പാരലോഗ്രാം അല്ലേ? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ യെല്ലോ ട്രയാങ്കിളും ഈ ഗ്രീൻ ട്രയാങ്കിളും സിമിലർ ആണെന്നാ. ഓക്കെ ഫൈൻ. നിങ്ങൾ ആദ്യത്തെ ട്രയാങ്കിളിന് നിങ്ങൾ എങ്ങനെ വേണേൽ പേര് കൊടുത്തോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പേര് കൊടുത്തോ. ഫോർ എക്സാമ്പിൾ എ ബി ഇ തന്നെ കൊടുക്കാം നമുക്ക്. ട്രയാങ്കിൾ എ ബി ഇ സിമിലർ ടു. നിങ്ങൾ ആലോചിക്കുക, എ ബി ഇയിലെ എന്തൊക്കെയാണ് ഇതിലെ ആംഗിൾസ് ആയിട്ട്, എന്തൊക്കെയാണ് ഈക്വൽ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ സൈഡ്സ് ആണ് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളതെന്ന് നോക്ക്. ഇവിടെ ആംഗിൾസ് ഈക്വലാ. ഈ ആംഗിളും ഈ ആംഗിളും പാരലോഗ്രാമിന്റെ ഓപ്പോസൈഡ്സാ. അപ്പം എയും സിയും ഈക്വൽ ആണ് അല്ലേ? ആണല്ലോ, ആണല്ലോ. അപ്പോൾ ഈ എ എവിടെയാ? എത്രാമത്തെ ലെറ്ററാ? ഫസ്റ്റ് ലെറ്റർ അല്ലേ? അപ്പോൾ അപ്പുറത്ത് ഫസ്റ്റ് ലെറ്റർ ആയിട്ട് സി ആ വരിക. എക്ക് സി അല്ലേ ഈക്വൽ? സി. ഇനി ഈ യെല്ലോ ട്രയാങ്കിളിലെ ഈ ആംഗിളും ഗ്രീൻ ട്രയാങ്കിളിലെ ഈ ആംഗിളും ഈക്വലാ. കാരണം രണ്ട് പാരലൽ ലൈൻസിനെ ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണല്ലോ. അപ്പോൾ യെല്ലോ ട്രയാങ്കിൾ ഈ ആംഗിൾ അതെന്താ? ബി ആണ്. ഗ്രീൻ ട്രയാങ്കിൾ ഈ ആംഗിൾ എന്താ? എഫ് ആണ്. അത് രണ്ടുമാണ് ഈക്വൽ. അപ്പോൾ ബി ഈക്വൽ ടു എഫ് അല്ലേ? അപ്പോൾ ബി ഇവിടെ എത്രാമത്തെ ലെറ്ററാ? രണ്ടാമത്തെ ലെറ്റർ അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ലെറ്റർ ആയിട്ട് അപ്പുറത്ത് എഫ് എഴുതുക. അപ്പോൾ സിയും എഫും ആയി. നോക്ക്, ഈ ട്രയാങ്കിൾ പേരെന്താ? സി എഫ് ബി അല്ലേ? അപ്പോൾ സിയു ആയി, എഫ് ആയി, ബാക്കിയുള്ള ലെറ്റർ ബി അല്ലേ? അത് മൂന്നാമത് എഴുതുക. കഴിഞ്ഞു. അങ്ങനെയാണ് ഈ സാധനം വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ഒരു ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലാസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്, ഇത്രയേ ഉള്ളൂ. സി എ സ്ക്വയർ ഇസിക്കൽ സി ബി ഇൻറ്റു സി ഡി. ഓക്കെ, ഇവിടെ പറയുന്നത് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്താ അറിയോ? എ ഡി സിയും ബി എ സിയും ഈക്വല. നമുക്ക് ആക്ച്വലി ഇതിൽ ട്രയാങ്കിൾസ് വരുന്നത് ഇതാ, ഈ ട്രയാങ്കിളും. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ഫുള്ള് പറയുന്നില്ല, ഞാൻ ആ പേരെഴുതുന്നത് മാത്രമായിട്ടോ പറയുന്നത്. നമുക്ക് ആക്ച്വലി പ്രൂവ് ചെയ്യേണ്ടത് ഇതാ, ഈ ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളും സിമിലർ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഞാൻ ഇതൊക്കെ ഇങ്ങ് മായ്ച്ചാട്ടെ, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതാ നമുക്ക് ആവശ്യമുള്ളത് എന്താ? നമുക്ക് ആവശ്യമുള്ളത് അവർ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താ തന്നത്? എ ഡി സി ഈക്വൽ ടു ബി എ സി ആണ്. അതായത് ഈ ആംഗിളും ഈക്വൽ ആണ്. ഓക്കെ ഫൈൻ. ആൻഡ് നമുക്ക് ട്രയാങ്കിൾസിന്റെ ഏതൊക്കെ ട്രയാങ്കിൾസാ? ഒരു ട്രയാങ്കിൾ, ഈ കുഞ്ഞി ട്രയാങ്കിൾ. ഓക്കെ, അതിന്റെ പേര് എന്താ? എ ഡി സി എന്ന് എഴുതിക്കോ. ട്രയാങ്കിൾ എ ഡി സി. അതിന് സിമിലർ ആയിട്ട് വരുന്ന രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ പേര് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ ട്രയാങ്കിൾ പേര് നിങ്ങൾ എങ്ങനെ വേണം എഴുതിക്കോ, കുഴപ്പമില്ല. ഓക്കെ, ഇനി നോക്കിക്കോ, എ ഡി സി എന്ന ആംഗിളിലെ നമുക്കുള്ള ഒരു ട്രയാങ്കിൾ ഇതാ, ഈ ട്രയാങ്കിളാണ്. ഒരു ട്രയാങ്കിൾ ഇതാ, ഈ ട്രയാങ്കിളാണ്. അടുത്ത ട്രയാങ്കിൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ട്രയാങ്കിൾ ഏതാ? അത് ഇതാ ഈ ട്രയാങ്കിളാ. ഓക്കെ ഫൈൻ. അപ്പോൾ എ ഡി സി എന്ന ട്രയാങ്കിളിലെ എന്തൊക്കെ പാർട്സ് ആണ് മറ്റേ വലിയ ട്രയാങ്കിളിൽ ഈക്വൽ ആയിട്ട് വരുന്നത്? ഇതാ ഈ ആംഗിൾ എ ഡി സി എന്ന ആംഗിൾ ഇവിടുത്തെ ബി എ സിക്ക് ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ ഈ ആംഗിൾ എ ഡി സി എന്ന് പറയുമ്പോൾ ഇതിൽ ട്രയാങ്കിൾ ഏതാ ലെറ്റർ ഇവിടെ ഉള്ളത്? ഡി അല്ലേ? അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ നടുക്കുള്ള ലെറ്റർ അല്ലേ? ആണ്. അപ്പോൾ ആ ആംഗിൾ മറ്റേ ട്രയാങ്കിളിലെ വലിയ ട്രയാങ്കിൾ ഏത് ആംഗിളിന് ഈക്വൽ? ഈ ആംഗിളിന്. അപ്പോൾ അവിടെ ഉള്ള ലെറ്റർ ഏതാ? എക്ക്. അപ്പോൾ ഇവിടെ നടുക്ക് ഡി അല്ലേ? അപ്പോൾ അപ്പുറത്ത് നടുക്ക് ഏത് വരണം? എ വരണം. കാരണം ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് കുറേ പൊസിഷനിൽ വരണം. എ വരണം നടുക്ക്. ഓക്കെ, ഇനി വേറെ ഏത് ആംഗിൾ ഈക്വൽ നോക്ക്. ഇവിടെയുള്ള സി ഇവിടെയുള്ള ഇതാ ഈ ആംഗിൾ കോമൺ ആംഗിൾ, രണ്ട് ട്രയാങ്കിളും കോമൺ ആയിട്ടുള്ള ആംഗിളാണ്. അപ്പോൾ ഇവിടെ ആംഗിൾ സി, ഇവിടെയുള്ള ആംഗിൾ സി, ആ വലിയ ഈ ട്രയാങ്കിളിൽ ഏതാ? ആംഗിൾ സി തന്നെയാണ്. അപ്പോൾ സി എന്നുള്ളത് മൂന്നാമത്തെ പൊസിഷനിലാണ്. അപ്പോൾ അപ്പുറത്ത് മൂന്നാമത്തെ പൊസിഷനിൽ സി വരും അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് ഏതാ വരിക? ഫസ്റ്റ് ലെറ്റർ ഏതാ വരിക? സി. ഈ ട്രയാങ്കിളിൻ്റെ ടോട്ടൽ പേരെന്താ? ടോട്ടൽ ലെറ്റേഴ്സ് എയും ഉണ്ട്, ബിയും ഉണ്ട്, സിയും ഉണ്ട്. അതിൽ എയും സിയും ആയി. അപ്പോൾ ബി ആണ് ഇനി വരാനുള്ളത്. അത് ആദ്യത്തെ ലെറ്റർ ആയിട്ട് വരും. കാരണം നടുക്കും ലാസ്റ്റത്തെ ആണ് നമ്മളിപ്പോൾ എഴുതിയത്.
ആദ്യത്തത് ബാക്കിയായിരുന്നു, അവിടെ ഞാൻ ബി കൊടുത്തു. അപ്പോൾ എ ഡി സി സിമിലർ ടു എന്താ വരിക, ബി എ സി. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എങ്ങനെയാ പേര് എഴുതുക? രണ്ട് സിമിലർ ട്രയാങ്കിളാ, ഇതെങ്ങനെയാ പേര് എഴുതുക? സിമ്പിൾ ആണ്. ഈ രണ്ട് ലൈൻസ് പാരലാണ്. ഓക്കെ, അന്നപ്പോൾ അതിനെ കട്ട് ചെയ്യുന്ന ട്രാൻസ്വേഴ്സൽ ആണ് ഇത് ഫസ്റ്റ് ട്രാൻസ്വേഴ്സൽ. അപ്പോൾ ഈ ആംഗിളും ഈക്വൽ ആണ്, ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഓക്കെ, അപ്പോൾ നമുക്ക് മേലത്തെ ട്രയാങ്കിളിന്റെ പേര് ട്രയാങ്കിൾ, നമുക്ക് ട്രയാങ്കിൾ ബി എ ഒ എന്ന് എഴുതുകയാണെങ്കിൽ സിമിലർ ടു ട്രയാങ്കിൾ, താഴത്തെ ട്രയാങ്കിളിന്റെ പേരെന്താ അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ബിക്ക് ഈക്വൽ ആയിട്ട് ഇവിടെ വരുന്നത് പി ആണ്. അപ്പോൾ പി എഴുതി. പിന്നെ വേറെ ഏത് ആംഗിൾസ് ഈക്വൽ ആയിട്ട് വരുന്നത് ആലോചിച്ച് നോക്കുക. ഈ ആംഗിളും ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസാ, അത് രണ്ടും ഈക്വലാ. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഈ ആംഗിളും ആണ് ഈക്വൽ. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ലെറ്റർ ഏതാ? എ അല്ലേ? എ ഇതാണ്. അതിന് ഈക്വൽ ആയിട്ട് അപ്പുറത്ത് വരുന്ന മറ്റേ ട്രയാങ്കിൾ വരുന്നത് ഏതാ? ക്യൂ അല്ലേ? അപ്പോൾ പി ക്യൂ, പിന്നെ ബാക്കിയുള്ള ലെറ്റർ ഏതാ? ട്രയാങ്കിൾ ഓ. ഇത്രയേ പരിപാടിയുള്ളൂ, വളരെ സിമ്പിളാണ്. ഓക്കെ, സോ നിങ്ങൾ കൃത്യമായിട്ട് പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. കുറേ എല്ലാ പ്രോബ്ലംസിലും നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് എഴുതി നോക്കുക. എന്നിട്ട് നമ്മൾ അസ്ത്ര ബാച്ചിൽ ഞാൻ പഠിപ്പിച്ചിരുന്ന പ്രോബ്ലംസിലെ അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. അതിൽ പേര് എഴുതിയിട്ട് കമ്പയർ ചെയ്ത് നോക്കുക, എന്താണ് ഡിഫറൻസ്. ഇനി ആ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ക്ലാസ് കണ്ടു നോക്കുക. ഓക്കെ, ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുമല്ലോ എങ്ങനെയാണെന്ന്. നോട്ട്സ് കണ്ടിട്ട് നോട്ട്സ് നോക്കിയാൽ മതി. അസ്ത്ര ബാച്ചിലെ നോട്ട്സ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഓരോ പ്രോബ്ലത്തിൻ്റെ ആൻസർ അതിൽ ഉണ്ടാവുമല്ലോ, കംപ്ലീറ്റ് ആൻസർ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രയാങ്കിൾ പേര് എഴുതി നോക്കുക. എന്നിട്ട് നിങ്ങൾ ഞാൻ എഴുതിയ ആൻസറുമായിട്ട് കറക്റ്റ് ആണോ നോക്കുക. കറക്റ്റ് അല്ലെങ്കിൽ ആ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക, അതിൽ ഞാൻ പറയുന്നുണ്ടാവും എങ്ങനെയാണ് പേര് എഴുതേണ്ടതെന്ന്. ഓക്കെ, സോ പേരെഴുതുക പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് വെരി സിമ്പിൾ. കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർട്സ് ഒരേ പൊസിഷനിൽ വരണം, അത്രയേ ഉള്ളൂ, അത്രയേ ആലോചിക്കേണ്ടേ ഉള്ളൂ. ഓക്കെ, വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇത് ഭയങ്കര ടഫാണ് എന്ന് വിചാരിച്ച് വെച്ചിട്ടാണ് അങ്ങനെ തന്നെ പോകുന്നത്. സോ സിമ്പിളാണെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാ പ്രോബ്ലംസും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എല്ലാ പ്രോബ്ലംസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. കാരണം ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിഗ്നോമെട്രി പോലെ, ട്രിഗ്നോമെട്രീൻ്റെ അതേ തട്ടിൽ അല്ലെങ്കിൽ അതിനേക്കാളും ടഫായിട്ട് പറയേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ് ട്രയാങ്കിൾസ്. നല്ല ടഫാണ്. പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കിളി പോകുന്ന പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, അസ്ത്ര ബാച്ചിലുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളൊരു 99% കംപ്ലീറ്റ് ആയി. ബാക്കി 1% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നില്ല. പക്ഷേ 99% അസ്ത്ര ബാച്ചിൽ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസേ വരുള്ളൂ, പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് അതേ വരുള്ളൂ. ഓക്കെ, ബാക്കി 1% നമുക്കൊരു എക്സെപ്ഷൻ ആയിട്ട് വെക്കാം. കാരണം CBSE ബോർഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് ഞാനല്ല. അതുകൊണ്ട് തന്നെ 1% ഒരു എക്സെപ്ഷൻ ആയിട്ട് വെക്കാം. പക്ഷേ 100% കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഞാനിവിടെ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട്. ഓക്കെ, അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. അടുത്തത് വരാൻ പോകുന്നത് എനിക്കൊരു 99% ഉറപ്പ് തരാൻ പറ്റുള്ളൂ. അതൊരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് ഈ കൊല്ലം 10th CBSE ബോർഡ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാം.